അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കോഴിക്കോട് ഹൽവയാണ് കേട്ടോ. ഹൽവൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അടിപൊളി ടേസ്റ്റാണ് ഒരു റെസിപ്പി കഴിക്കാനായിട്ട്. കോഴിക്കോട് ഹൽവ കഴിച്ചവർക്കൊക്കെ അറിയാലോ, കോഴിക്കോട്ട് ഹൽവൻ്റെ ടേസ്റ്റും ആ ടെക്സ്ചറും ഒക്കെ. ഒരു കടിച്ചാൽ കുറച്ച് മേലത്തെ ഹൽവയില്ലേ, എനിക്കതാണ് ഇഷ്ടം കേട്ടോ. എനിക്കിതുപോലത്തെ ഹൽവയൊക്കെയാണ് എനിക്കിഷ്ടം. ഇത് ബ്ലൂബെറിൻ്റെ ഹൽവയാണ്. പക്ഷേ ഇതിൽ കാണുന്ന ഈ വീഡിയോയിൽ കാണുന്ന കളറല്ല കേട്ടോ. ഇതിന് ഇത് കണ്ടില്ലേ, ഇതുപോലെ വലിച്ച് നീട്ടിയാൽ ഇത് ഇടയ്ക്ക് പച്ചയും വേറെ ഏതോ കളറൊക്കെയാണ് കാണിക്കുന്നത്. പക്ഷേ ഈ ഒരു കളറൊന്നും അല്ല കേട്ടോ ഇത് കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ ചാനലിലെ വീഡിയോസുകൾ നിങ്ങൾക്ക് ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരമായെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് എത്തിക്കാനും മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ അത് പുതിയ ചാനൽ തുടങ്ങിയതാണ്, പഴയ ചാനൽ പോയപ്പോൾ പുതിയത് തുടങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ആക്കി കണ്ടിട്ട് നല്ല ടെക്സ്ചറിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കി കണ്ടിട്ട് കഴിക്കാം. കോഴിക്കോട് വരെ പോയി കണ്ട് കഴിക്കാണ്ടാവും. അപ്പോൾ അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ പോയി കഴിച്ചോട്ടെ. ഞാൻ പോക്കും മുളക്കൊന്നുമല്ല. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ്. നമ്മൾ തന്നെ വീട്ടിൽ തന്നെ റെഡിയാക്കുമ്പം ഇതിനൊരു സമാധാനം, അതിൻ്റെ ടേസ്റ്റും വേറെ തന്നെയല്ലേ. അപ്പോൾ ഞാൻ ഈ 3 കേക്കാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഈ ഒരു റെസിപ്പിയിൽ ഞാൻ ഒരു കേക്കിൻ്റെ ഇത് ഫുള്ളായിട്ടാണ് കാണിക്കുന്നത്. അത് ഒന്നായിട്ട് ലെങ്ത്ത് കൂടിപ്പോവും ഇത് പറയുമ്പോൾ. അപ്പോൾ ഇത് മൈദപ്പൊടിയാണ് എടുക്കുന്നത് കേട്ടോ. 3/4 കപ്പാണ് 500 മൈദയിലുള്ളത്. 3/4 കപ്പ് കേട്ടോ. ഇത് 3 കപ്പായി. ഇത് 3/4 കപ്പ്, അങ്ങനെ 3/4 കപ്പാണ്. അപ്പോൾ സാധാ വെള്ളമില്ലേ, പച്ചവെള്ളത്തിലാണ് ഇത് കുഴച്ചെടുക്കേണ്ടത്. ഉപ്പൊന്നും ഇടരുത് കുഴക്കുന്ന സമയത്ത്. ഉപ്പൊന്നും ഇടാതെ വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഉപ്പിടാതെ നമുക്കിത് കുഴച്ചെടുക്കാം. വെള്ളവും സാധനങ്ങളും ഇത് വെള്ളം അധികം ഏറിപ്പോണ്ട. അധികം ഇപ്പോൾ ഏറി കൈമിൽ ഇങ്ങനെ ഒട്ടിലൊരു പരവൊക്കെ ആവില്ലേ, അതുപോലെ ആയിക്കണ വെച്ചിട്ട് പ്രശ്നമൊന്നുമില്ല. ഇത് നമുക്ക് ഇതിൽ വെള്ളം പാർന്ന് കണ്ടിട്ട് കുഴക്കാനുള്ളതാണ്. ഒന്നുകിൽ ഇത് വെള്ളത്തേക്ക് എടുത്തിടുക, അല്ലെങ്കിൽ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. വെള്ളമുള്ള വലിയ പാത്രം വെച്ച് കണ്ടിട്ട് ഞാൻ വെള്ളം ചെറിയ പാത്രത്തിലും കൊടുത്ത് വെച്ച് വലിയ പാത്രത്തിലാണ് കുഴക്കാൻ നിന്നത്. ഞാൻ വിചാരിച്ചത് അങ്ങനെ ആയിരുന്നില്ല, പക്ഷേ തല തിരിഞ്ഞു പോയി. ഏതായാലും കുഴപ്പമൊന്നുമില്ല, എങ്ങനെ വെച്ചാലും കുഴപ്പമില്ല. അപ്പോൾ ഇതിലേക്ക് ഇപ്പോൾ അത്യാവശ്യം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഈ വെള്ളം എല്ലാം കൂടെ നമ്മൾ എടുക്കുകയൊന്നുമില്ല. ഇനി നന്നായിട്ട് ഒരു കോട്ടൻ്റെ തുണി നന്നായിട്ട് തിരുപ്പി കൊണ്ടുവരിക. അലക്കി കൊടുന്നതിന് ശേഷം നല്ലതാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് കൊണ്ടുവരാം. എന്നിട്ട് അതിൻ്റെ ഒരു തല ഒന്ന് ചീന്തി കണ്ടിട്ട് ഇതുപോലെ കെട്ടിയിട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ നടുവിൽ കൂടെ കീറി കൊടുത്താൽ അപ്പോൾ അതവിടെ കുടുങ്ങി കിടന്നോളൂ. എന്നിട്ട് ഇതിപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് ഈ ഒരു വീഡിയോസിൽ പറയണുള്ളൂ. മറ്റേ വീഡിയോസ് കാണുമ്പോൾ ഫസ്റ്റായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോസിൻ്റെ ഇത് കണ്ടാച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ കലക്കി വെച്ച വെള്ളം ഉണ്ടല്ലോ, അതിൻ്റെ ചണ്ടി ഒരുപാടുണ്ടാവും. നമ്മൾ ഈ പൊറോട്ട ഒക്കെ കഴിക്കും, പൊറോട്ട ഒരുപാട് സ്നാക്ക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിക്കുന്ന സമയത്ത് ഈ പൊറോട്ടൻ്റെ ഈ ചണ്ടികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മളെ വയറ്റിലേക്കാണ് പോകുന്നത്, ഓർത്താൽ മതി. ഇപ്പോൾ ഏറ്റവും ഈ മൈദൻ്റെ മാവ് കഴിക്കാൻ പറ്റിയത് ഈ ഒരു ഹൽവ തന്നെയുള്ളൂ കേട്ടോ. നല്ലൊരു ഹെൽത്തി എന്ന് ഞാൻ പറയണില്ല, കാരണം പഞ്ചസാര ചേർക്കുന്നതാണല്ലോ. നല്ലൊരു അതിൻ്റെ പാല് മാത്രമല്ല എടുക്കുന്നുള്ളൂ, ചണ്ടി അത്രയും നമ്മൾ കളയല്ലേ. ഇതിലൊരുപാട് ചണ്ടിയുണ്ട്, കൂടുതൽ ചണ്ടി കുറച്ച് പാലുമാണ്. അപ്പോൾ എന്തിനാലും കുഴപ്പമില്ല. ചില മൈദയിൽ നല്ല ഇമ്മി ഉണ്ടാവും. ഇമ്മി എന്ന് പറഞ്ഞാൽ അറിയില്ലേ, അറിയാത്തവർക്ക് തവിട് അങ്ങനെ കളർ വെച്ച് വ്യത്യാസം ഉണ്ടാവുമല്ലോ. ചില മൈദ വാങ്ങിക്കുന്ന സമയത്ത് അങ്ങനെ കിട്ടും കേട്ടോ. അപ്പം നമ്മൾ ഈ വെള്ളത്തിൻ്റെ കളറ് മാറും, ഒരു ചളി കളർ മാതിരി ഉണ്ടാവും. ആ വെള്ളമൊക്കെ നമ്മൾ ഒഴിവാക്കണം കേട്ടോ, തെളിവിനനുസരിച്ച് നമ്മൾ ഒഴിവാക്കണം. അത് വയ്യ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിപ്പോൾ പാല് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക കേട്ടോ. നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക വെച്ചാൽ നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ആക്കിയാണ്ടിട്ട് ഇങ്ങനെ തിരുത്താക്കി കൊടുത്താൽ മതി. ഇതിന് സ്പീഡിലൊന്നും അല്ല കേട്ടോ ചെയ്യണത്, ഇതൊക്കെ പയ്യെ ചെയ്യുന്ന പണിയാണ്. അതായത് ഞാൻ വീഡിയോസിന് സ്പീഡ് കൂട്ടിയതാണ്, അല്ലെങ്കിൽ ഒരുപാട് ലെങ്ത്തായി പോകും. ഇതന്നെ ഇപ്പോൾ അത്യാവശ്യം ലെങ്ത്തുള്ള വീഡിയോസാണ്. അപ്പോൾ ഇതിൻ്റെ പാലൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ ചണ്ടി മാത്രമാണ്. അപ്പോൾ ഈ ചണ്ടി നമുക്ക് വേണ്ട, ചണ്ടി നമുക്ക് കളയാനുള്ളതാണ് കേട്ടോ. ഇതും ഗോതമ്പിൽ നിന്ന് വരുന്ന തന്നെ ആയിരിക്കും. ഗോതമ്പ് നമുക്ക് ചവയ്ക്കുന്ന സമയത്ത് എന്താ പറയുക, ഇങ്ങനെ ചൂയിങ്ങമാതിരി പച്ച ഗോതമ്പൊക്കെ ചവയ്ക്കുമ്പോൾ ഇത് ഒരു ചൂയിങ്ങമാതിരി ഉണ്ടാവില്ലേ, അതുപോലെയൊക്കെ തന്നെയാണ് ഇതും.
അപ്പോൾ ഇത് ഒരു ഓവർനൈറ്റോ അല്ലെങ്കിൽ വൈകുന്നേരം രാവിലെ വെച്ചാൽ വൈകുന്നേരം ആവുന്ന സമയത്ത് ഇത് അതിൻ്റെ വെള്ളം കളഞ്ഞു കൊടുക്കാം. ഞാൻ ഒരു ദിവസം തന്നെ 3 വട്ടം വെള്ളം കളഞ്ഞു കൊടുത്തു. കാരണം ഇതിന് നല്ല ഇതുണ്ടായിരുന്നു, അതിന് ഇമ്മി തവിട്. ഇനി നിങ്ങളെ നാട്ടിൽ എന്തോ പറയാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കലങ്ങിക്കൊണ്ട് നിൽക്കും. അപ്പോൾ നമുക്കൊരു ഒരു ഇതുണ്ടാവില്ലല്ലോ. അപ്പോൾ അതിൻ്റെ വെള്ളം ഒഴിവാക്കിയിട്ട് വേറെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ വെള്ളം ഇപ്പോൾ ഒഴിക്കണതിന് കണക്ക് എടുക്കണ്ട കേട്ടോ. ഇത് കണക്കെടുക്കുന്ന സമയമുണ്ട്, ആ സമയത്ത് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇതിപ്പോൾ അത്യാവശ്യം നമുക്ക് നല്ല വെള്ളം ഇതിൽ കിട്ടും. ആ വെള്ളം ഇത് നല്ല തെളിഞ്ഞ വരെ നിങ്ങൾ ഇതാക്കും. ഇങ്ങനെ തവിടൊക്കെ ഉള്ള ഉമ്മിയൊക്കെ ഉള്ള ഇതാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വെള്ളം ഇങ്ങനെ ആക്കിയാണ്ടിട്ട് ഒഴിവാക്കിയാണ്ടിട്ട് കൊടുക്കുക. ഒരു ദിവസം 2, 3, 4 അങ്ങനെ ആക്കിയാണ്ടിട്ട് ചെയ്ത് കൊടുക്കുക. അല്ലാതെ നല്ല ഇതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി വെച്ചാൽ രാവിലെ ഇതിപ്പോൾ ഒരാഴ്ചൻ്റെ മെനക്കെടാണ്. നമ്മളിപ്പോൾ ഈ ഒരു സാധനം ഉണ്ടാക്കുമ്പോൾ കടയിലൊക്കെ എന്ന് പറഞ്ഞാൽ തോനെ സാധനം ഉണ്ടാക്കും. അവരൊരാഴ്ചക്ക് വെച്ച് കണ്ടിട്ടാണ് ചെയ്യുക. നമ്മളിപ്പോൾ വീട്ടിലാവുമ്പോൾ ഞാൻ ഇപ്പോൾ 3.25 കപ്പിൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിനേക്കാളും വെള്ളം ചേർത്ത് കൊടുത്ത് കണ്ടിട്ട് നിങ്ങളത് മാവ് എടുക്കുന്നതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ അതിൻ്റെ കണക്ക് പറഞ്ഞിട്ട് ഇപ്പോൾ ഒഴിക്കണതിൻ്റെ കണക്കില്ല. കാരണം എന്ന് വെച്ചാൽ നമുക്ക് എത്ര വേണമെങ്കിലും ഒഴിച്ച് കൊടുക്കാം. ഇതിപ്പോൾ നമുക്ക് അതിൻ്റെ അടിയത്തെ പാല് കിട്ടണമല്ലോ. പാല് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇത് കൈ വെച്ചിട്ടോ സ്പൂണ് വെച്ചിട്ടാകുമ്പോൾ നമുക്ക് നന്നായിട്ട് ഇളകി കിട്ടൂല. ഇതിങ്ങനെ കൈ വെച്ചിട്ടാകുമ്പോൾ നന്നായിട്ട് ഇളകി കിട്ടും. അപ്പോൾ കൈ നല്ല വാഷ് ചെയ്തിട്ട് നന്നായിട്ട് ഇതുപോലെ ആക്കിയിട്ട് ഇളക്കി കൊടുത്താൽ മതി. നന്നായിട്ട് നമ്മൾ തന്നെ ചെയ്യണമല്ലോ. നമ്മൾ മറ്റുള്ളവർക്ക് ആക്കുമ്പോൾ കയ്യിൽ ഗ്ലൗസ് ഇട്ട് കണ്ടിട്ട് അങ്ങനെ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ കഴിക്കുന്ന സാധനമാകുമ്പോൾ നമുക്ക് ഒരു ഒരു വെറുപ്പൊന്നും തോന്നൂലല്ലോ. മറ്റുള്ളവർക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഇത് നമ്മൾ കൈയിട്ട് കണ്ടിട്ട് ഇതാക്കുകയാണെന്ന് അവർക്ക് മനസ്സിക്കൊരു ഇത് തോന്നുമല്ലോ. അങ്ങനെയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ കയ്യിൽ ഗ്ലൗസ് ഇടുകയോ അങ്ങനെ എന്തെങ്കിലും മാർഗ്ഗങ്ങൾ നിങ്ങൾ നോക്കാം. ഇപ്പം നമുക്ക് വീട്ടിൽ തിന്നാൻ തന്നെയല്ലേ. പക്ഷെ കൈ കഴുകിയിട്ട് തന്നെ കേട്ടോ ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ഇതിപ്പോൾ അങ്ങോട്ട് നീക്കി വെച്ചിട്ടുണ്ട് ഒരു സൈഡിലേക്കാക്കി. ഇത് പിറ്റേ ദിവസം രാവിലെയാണ് ചെയ്യുന്നത്. ഒരു ദിവസം ഞാൻ പറഞ്ഞല്ലോ 3-4 വട്ടം ഇത് നന്നായിട്ട് കഴുകിയെടുത്തു. ഇതിപ്പോൾ പിറ്റത്തെ ദിവസം രാവിലെയാണ് എടുക്കുന്നത്. ഇനി നമുക്ക് വൈകുന്നേരം ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ രാവിലെ ഇതാക്കി കൊടുത്താൽ വൈകുന്നേരമോ അല്ലെങ്കിൽ പിറ്റത്തെ ദിവസമോ ചെയ്തെടുത്താൽ മതി. ഞാൻ 3 ദിവസം ഇതിനെ വെള്ളം ഒഴിച്ച് എടുത്തു. 4ാമത്തെ ദിവസമാണ് 4, 5, 6 അങ്ങനെ ആക്കിയാണ്ടിട്ടാണ് ഉണ്ടാക്കിയത് കേട്ടോ. ഒരു ദിവസം കൊണ്ടിട്ട് തന്നെ ഒന്നായിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. ഒന്നായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ 2 ആളും 3 ആളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മാറ്റി മാറ്റി ഇളക്കി കൊടുക്കുന്നതനുസരിച്ച് ചെയ്ത് കൊടുക്കാം. പക്ഷെ ഇത് ഇളക്കണ പണിയുണ്ടല്ലോ. ഹൽവ തിന്നാൻ ഭയങ്കര ടേസ്റ്റ് ആണെങ്കിലും ഇത് മെനക്കെട്ട പണി വെച്ചാൽ മെനക്കെട്ട പണി. ഈ ഇളക്കണ കാര്യവും അതിൻ്റെ കൂട്ട് റെഡിയാക്കുന്ന കാര്യവും ഒക്കെ മെനക്കെട്ട കാര്യമാണ്. പക്ഷേ ഇത് തിന്നിക്കാണ്ടിട്ട് കുറ്റം പറയുന്നവർക്ക് നല്ല സുഖമാട്ടോ. മാർക്കിടുന്നവർക്ക് ഇത് തിന്നാൽ അതങ്ങനെയാണ് അതിങ്ങനെയാണ് അതിലത്ര ഉപ്പേറി ഇതിൽ ഇത്ര മധുരേറി അങ്ങനെ പറയുന്നവർക്കൊക്കെ നല്ല സുഖമാണ്. ഇതിൻ്റെ കഷ്ടപ്പാട് ഇതുണ്ടാക്കിയവർക്കാണ് അത് അത്രയേ അറിയുള്ളൂ. നമ്മളൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുന്ന ടൈമിൽ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കൽ എങ്ങനെയാണെന്ന് വെച്ചാൽ കാലിൽ ചവിട്ടി കുത്തി കാണുന്നത്. ഒരിക്കലും കാലിൽ ചവിട്ടി കുത്താൻ പറ്റില്ല. കാരണം അന്നൊന്നും നമുക്ക് അറിയില്ലല്ലോ. അന്ന് ആരെന്ത് പറഞ്ഞാലും നമ്മൾ വിശ്വസിച്ച് പോകും. ഇത് കാലിൽ ചവിട്ടി കുത്താനും പറ്റില്ല. കൈ കൊണ്ട് തന്നെ ആക്കിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നിട്ടല്ല കാലുകൊണ്ട്. അപ്പോൾ ഇത് പിറ്റത്തെ ദിവസമാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ 2 ദിവസമായിട്ടോ. 2ാമത്തെ ദിവസമാണ് അതിൻ്റെ പാൽ ഇതാക്കിയാണ്ടിട്ട് കലങ്ങിയ വെള്ളം ഒഴിവാക്കിയാണ്ടിട്ട് വെച്ച്. ഇനി 3ാമത്തെ ദിവസത്തിൽ ഇത് ഒന്നായിട്ട് കലക്കുകയാണ് കേട്ടോ. ഇനി 3ാമത്തെ ദിവസമാണ്. ഇനി ഇതിന് 3 പാത്രവും ഞാൻ വെക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഇടേണ്ടത് ഇതിപ്പോൾ 3.25 കപ്പല്ലേ ഞാൻ ഇട്ടത് 3.25 കപ്പ്. അപ്പോൾ ഇനി ഈ ദിവസമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. 3 ദിവസം റെസ്റ്റ് ചെയ്തതിന് ശേഷം 4ാമത്തെ ദിവസമാണ് ഞാൻ ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയത് കേട്ടോ. ഫസ്റ്റ് മൈദ പാത്രമാണ് എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ പൊടി കണ്ടപ്പോൾ എനിക്ക്
തോന്നി. ഇതിലേക്ക് മൈദ അല്ല ഇട്ട് കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് കോൺഫ്ലവറിൻ്റെ പൊടി അല്ലെങ്കിൽ പൂളപ്പൊടി ഇല്ലേ, തപ്പിയോക്കൻ്റെ സ്റ്റാർച്ചാണ് ഇട്ട് കൊടുക്കേണ്ടത്. അതിലേക്ക് 4 സ്പൂണാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഒരു കപ്പിൻ്റെ അളവിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഏതായാലും കുപ്പി തന്നെ വെച്ച് കണ്ടിട്ട് ഷെയ്ക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ. അതിലേക്ക് 4 സ്പൂണ് കണക്കാണ് ഇതിൽ ഈ പൊടി. പൂളൻ്റെ ഇത് കോൺഫ്ലവറാണ് കേട്ടോ. എന്നിട്ട് അതിലേക്ക് പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ച് കണ്ടിട്ട് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് ആ വെള്ളം ആ കുപ്പിയിലേക്ക് ഒഴിച്ച് കണ്ടിട്ട് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്ത് കണ്ടിട്ട് നമ്മൾ നേരത്തെ മൈദമാവ് കലക്കി വെച്ചിട്ടുണ്ടല്ലോ, ആ ഒരു മാവിലേക്ക് അത് ഒഴിച്ച് കൊടുക്കാനാണ് കേട്ടോ. ഈ ഒരു കൂട്ടും കൂടി ആയാലാണ് നമ്മൾ ഹലുവ ഉണ്ടാക്കുമ്പോൾ നല്ലൊരു എലാസ്റ്റിക് മാതിരി വലിഞ്ഞ് കിട്ടുക. ഇനി അത് കടക്കാർ ചെയ്യുന്നുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാനൊരു ഐഡിയ കണ്ടുപിടിച്ചതാണ്. ഞാൻ ഒരു ദിവസം കഴിഞ്ഞ ഇതിലൊക്കെ വീഡിയോസിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ വീഡിയോസൊക്കെ നഷ്ടമായി. പക്ഷെ ചാനൽ പോയല്ലോ, അതുകൊണ്ടിട്ട് വീഡിയോസ് എടുക്കാനും പറ്റൂല. അപ്പോൾ എന്ത് ചെയ്താലും കുഴപ്പമില്ല, നമുക്കിപ്പോൾ ഇതുണ്ടാക്കാം. അപ്പോൾ ഇതിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുഴഞ്ഞ് ഇതിപ്പോൾ കലക്കി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ അടിയത്തെ ഒന്നുമില്ല, അടിയത്തെ മട്ടൊക്കെ നമ്മൾ ഇളക്കി നേരത്തെ വെച്ചാണ്, അതുകൊണ്ടിട്ട് അധികം മട്ട അതിൽ പിടിക്കില്ല. ഒരു ദിവസമൊക്കെ ആക്കുമ്പോൾ നല്ല അടിയിൽ മട്ടൊക്കെ ഉണ്ടാവും, നല്ല പിടിച്ചു കൊണ്ടിട്ട് ഇരിക്കും. അപ്പോൾ അതിനൊക്കെ ഇളക്കി വിട്ടാൽ മതി കേട്ടോ. ഇനി 3 പാത്രം അടുപ്പിലല്ല 3 പാത്രം എടുത്ത് വെക്കുന്നുണ്ട് ഞാൻ. 3 റെസിപ്പിയാണ് കാണിക്കുന്നത്. പക്ഷേ ഇതിലൊരു റെസിപ്പി കാണിക്കണമല്ലോ, ഓരോ ദിവസമാണ് ഉണ്ടാക്കിയാനായിട്ട് ഞാൻ കാണിക്കുക. അപ്പോൾ ഇനി ഒന്നായിട്ട് വീഡിയോസ് ഞാൻ അപ്ലോഡ് ആക്കും. അത് നിങ്ങൾക്ക് ഹൽവൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കിയാണ്ട് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇപ്പോൾ 3 കപ്പ് ഒഴിച്ച് കൊടുക്കാം. ഓരോ പാത്രത്തിലേക്ക് ഞാൻ 3 കപ്പ് ഈച്ചാണ് ഫസ്റ്റ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. 3 കപ്പ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തു. ഇനി അടുത്ത പാത്രത്തിലേക്ക് അതേ സെയിം കപ്പ് 3 കപ്പാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അളന്നിക്കാണ്ട് ഒഴിക്കുക കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത് കിട്ടൂല, തലിമ്പാലും കിട്ടൂല. അപ്പോൾ 3 കപ്പ് തന്നെ ഒഴിച്ച് കൊടുക്കാം. ഇനി ലാസ്റ്റത്തതാണ്, അതിലേക്കും 3 കപ്പാണ് ഒഴിച്ച് കൊടുക്കുന്നത്. മൂന്നിലും 3 കപ്പിച്ച് ഒഴിച്ച് കൊടുത്തു. ഇനി അളന്നിട്ട് ഓരോ കപ്പിച്ച് അളന്ന് കണ്ടിട്ട് ഒഴിച്ച് കൊടുക്കുക. അതിൽ ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. 3.25 കപ്പിലാണ് ഞാൻ ഉണ്ടാക്കിയത്, അത് നിങ്ങൾ ഓർത്ത് വെച്ചോ. 1 കപ്പ് മൈദക്ക് 2 കപ്പ് വെള്ളമാണ് കണക്ക് കേട്ടോ. മൈദ വേവാനുള്ള ഇതാണ്. 3 കപ്പ് ഒഴിക്കുക. ചില മൈദക്ക് 3 കപ്പ് വേണ്ടി വരും കേട്ടോ. നിങ്ങൾ മൈദൻ്റെ ഇതിന് കട്ടിക്കനുസരിച്ച് നോക്കിയാൽ മതി. ഇതിപ്പോൾ ഏറ്റവും താഴ്ന്ന മൈദയാണ്, അതിനനുസരിച്ചുള്ള ഇത് എടുത്തിട്ടുള്ളത്. അതാണ് ഇതിൽ ഇങ്ങനെ ചെളിമയത്തൊരു കളറ് കണ്ടില്ലേ, തവിട് എന്നൊക്കെ ഉണ്ട് അറിയില്ലേ, അതുകൊണ്ടിട്ട് ഞാൻ പറഞ്ഞത്. 4 കപ്പ് ഒഴിച്ചു, 3/4 കപ്പ് ഒഴിച്ചു. 4.25 കപ്പാണ് എല്ലാത്തിലും ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. കുഴങ്ങി. ഇനി എല്ലാം അടച്ച് മാറ്റി വെക്കാം. എല്ലാം മാറ്റി വെക്കണില്ല, 2 മാറ്റി വെക്കാം. ഒരു ദിവസം ഒന്നായിട്ട് പുറം വെച്ച് കുത്തിയത്. ഒരു ദിവസം ഒന്നായിട്ട് ഇതാക്കി വെക്കാം. 3-ാമത്തെ ദിവസം ഞാൻ ഇങ്ങനെ ഒന്നായിട്ട് പാക്കാക്കി വെച്ചു. 4-ാമത്തെ ദിവസം ഇളക്കി കണ്ടിട്ട് അത് ഉണ്ടാക്കിയതാണ് കേട്ടോ. മൈദ 1 കപ്പൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 3 ദിവസം മതി. 2-ാമത്തെ ദിവസം തന്നെ ഇതൊക്കെ ചെയ്ത് വെക്കുക. എന്നാൽ നമുക്ക് പണി എളുപ്പമായി കിട്ടും. ഇതിപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ആകുമ്പോൾ പണി എളുപ്പമാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്ത് വെക്കാം. 2-3 ആളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്തെടുത്താൽ മതി. ഇനി നാളായി
അങ്ങനെ 4-മത്തെ ദിവസമാണ്. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ചെയ്തേക്കേണ്ടത് ഇത് ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യണത് ആ പാത്രം ഫസ്റ്റ് റെഡിയാക്കി വെക്കുക. ഇത് പെട്ടെന്ന് റെഡിയാക്കണ കാര്യമാണ്. അപ്പം ഞാൻ അതിൻ്റെ അടിയിൽ ലേശം സൺഫ്ലവർ സീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഏത് നട്ട്സ് ഉണ്ടെങ്കിലും നട്ട്സ് എടുക്കുക. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇതിൽ സൺഫ്ലവർ സീഡാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പഞ്ചസാര 2 കപ്പോ അല്ലെങ്കിൽ 1.5 കപ്പോ വേണം. ഫസ്റ്റ് ലേശം ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ ഇതിലാണ് ഫസ്റ്റ് ഞാനിത് ചെയ്ത് കൊടുക്കുന്നത്. ഫസ്റ്റ് ഒന്ന് ഇളക്കി നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. അതിൻ്റെ അടിയിൽ അതിന് മട്ടൊക്കെ ഉണ്ടാവും. ഇതിൻ്റെ മാവ് കടി പോയി കൊടുക്കും. അപ്പോൾ അതിന് നന്നായിട്ട് ഇളക്കി മറിച്ച് കൊടുക്കുക. ഇനി നമുക്ക് കുക്കറിലാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. കുക്കറിൽ 1 കപ്പ് പഞ്ചസാരയും 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. സ്റ്റാൻഡ് അതിൽ അതിൻ്റെ മേലെ കയറ്റി വെച്ചതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണൂല. അപ്പോൾ കുക്കറിൽ നിങ്ങൾ പാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2-മത്തെ പണി ചെയ്യാൻ നിൽക്കണ്ട കേട്ടോ. പിന്നെ പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് വന്നതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ എടുക്കുന്ന സമയത്ത് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണേ. വെളിച്ചെണ്ണ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ടത് വെറുതെ ആകും. അപ്പോൾ നല്ല വെളിച്ചെണ്ണ നോക്കിയാണ്ടിട്ട് എടുക്കുക. ഇതിലിപ്പോൾ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ബ്ലൂബെറിൻ്റെ ക്രഷാണ് കേട്ടോ. ഇത് നമ്മൾ ബ്ലൂബെറി വാങ്ങിക്കാണ്ട് അത് ചെയ്ത് കൊടുത്താൽ മതി. അരച്ചെടുത്താൽ മതി. പിന്നെ അതിൻ്റെ സിറപ്പ് ഉണ്ടാവുമല്ലോ, അത് വയലറ്റ് കളറ്, അതുകൊണ്ട് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ലേശം ഒഴിച്ചതിന് ശേഷം അതൊന്ന് കുറുകിയതിന് ശേഷം മാത്രം മാവ് പിന്നെ 2-ാം പ്രാവശ്യം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. കുക്കറിലാവുമ്പോൾ എന്തെന്ന് വെച്ചാൽ വേഗം നല്ല ചൂട് തട്ടിക്കൊണ്ട് വേഗം പെട്ടെന്ന് ആയി കിട്ടും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇതിൻ്റെ വട്ടല്ലേ, ഇതിപ്പോൾ ചെറിയ വട്ടാണല്ലോ, വട്ടമുള്ള ഇതെടുക്കുക കേട്ടോ. പിന്നെ ഇടയ്ക്ക് ഇത് കൈമൊക്കെ നല്ല തെറിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പാത്രം മാറ്റി കൊടുക്കുന്നുണ്ട്. നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്കാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇതിലായിട്ട് ചെറിയ വട്ടായിട്ട് കൈമക്കൊക്കെ തെറിക്കുക. ഞാൻ സംസാരിച്ച് തൊണ്ട വറ്റി ഇച്ചിരി വെള്ളം കുടിച്ചതാണ്. ഒരുപാട് നേരം ഒന്നും സംസാരിക്കാൻ പറ്റില്ല. പിന്നെ ഇതിലാക്കിയാണ്ടിട്ട് വെക്കുമ്പോൾ എന്തെന്ന് വെച്ചാൽ ചെറുതായിട്ട് ഒന്ന് ഇങ്ങനെ വെച്ച് മൂടി വെച്ചുകൊണ്ട് ചെറിയ ഫ്ലെയിമാക്കി കൊടുത്താൽ നമ്മൾ പണി എടുക്കുന്നത് വരെ ചെറിയ ഫ്ലെയിമിലാക്കി കൊടുക്കുക. വലിയ ഫ്ലെയിമിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വന്നതിന് ശേഷം വലിയ ഫ്ലെയിമിലാക്കിയാൽ മതി. എന്നാലേ എണ്ണയൊക്കെ ഒന്ന് ഊറി കിട്ടുള്ളൂ. നന്നായിട്ട് ചൂടാവണം കേട്ടത്. പിന്നെ പുറത്തുള്ള പണി എല്ലാ പണി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതുപോലെ തന്നെ ചെയ്യേണ്ടി വരും. അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റെപ്പ് കയറി അങ്ങോട്ട് ഇറങ്ങി ഇങ്ങോട്ട് കയറി മുട്ടുംകാലൊരു പണിയായിരിക്കണം. അടുക്കള ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര പാടാണ്. അടുക്കളയിലുള്ള പണികൾ പാത്രം ഉണ്ടാക്കാനൊക്കെ ഉണ്ടാവില്ല. അപ്പം എല്ലാം കൂടി ഉമ്മാക്ക് കഴിയില്ല. അപ്പം ഞാൻ സഹായിച്ച് കൊടുക്കുമ്പോൾ എന്നെക്കൊണ്ട് കഴിയുന്നത് സഹായിച്ച് കൊടുക്കും. പേടിക്കേണ്ട, എനിക്ക് തുമ്മാൻ വരുന്നുണ്ട്. ഇതുണ്ടാക്കുന്ന സമയത്തെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഞാൻ വോയിസ് ചെയ്യണത്. അതുകൊണ്ടിട്ടാണ് ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വർത്താനം പറയുന്നത് കേട്ടോ. അപ്പം മൂടിയിൽ വെള്ളം ഉണ്ടാകും. ആ വെള്ളം ഒക്കെ ഇടയ്ക്ക് തുടച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഞാൻ പറഞ്ഞല്ലോ, അപ്പം നന്നായിട്ട് ഇത് കയ്യിലുമ്പോൾ നിൽക്കൂല. ഇതിങ്ങനെ ആവുമ്പോൾ ഇതിങ്ങനെ ഒന്നായിട്ട് ഉറ്റി വീഴും. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഒരു പാത്രം എടുക്കുക, അതിലേക്ക് ലാശീച്ച ഇട്ട് കണ്ടിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. ഇത് കണ്ടില്ല, അപ്പോൾ ഇത് നന്നായിട്ട് എണ്ണ ഊർന്ന് വന്നിട്ടുണ്ട്. ആ ഊർന്ന് വരുന്ന സമയത്ത് എണ്ണ നമ്മൾ ഒരു പാത്രം എടുത്ത് വെച്ചുകൊണ്ട് പാത്രത്തിലേക്ക് മുക്കി ഒഴിച്ച് കൊടുക്കുക. മുക്കി ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് എണ്ണ കണ്ടില്ല, എണ്ണ നമ്മൾ ഒഴിച്ച് കൊടുത്ത എണ്ണയൊക്കെ ഒരു ലിറ്റർ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് എനിക്ക് 1/2 കുപ്പിയാണ് കിട്ടിയത്. അപ്പോൾ അത്യാവശ്യം എണ്ണ വേണം കേട്ടോ ഇതിന് നമ്മൾ ആവുന്നതിനനുസരിച്ച് നമ്മൾ ഇത് ടൈറ്റാക്കുന്നതിനനുസരിച്ച് പിന്നെ നമുക്ക് കടിച്ചാൽ പറിച്ച് തിന്നാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത്യാവശ്യം നിങ്ങൾക്ക് എത്ര കട്ടി വേണം അതിനനുസരിച്ച് നിങ്ങൾ ചെയ്തെടുക്കുക. ഇത് കണ്ടില്ലേ, ഇതൊന്ന് ഇച്ചിരിയും കൂടി ഒന്ന് ആയി കിട്ടാനുള്ളൂ. ഇതിങ്ങനെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇച്ചിരിയും കൂടി ഒന്ന് ആയി കിട്ടിയാൽ നമുക്ക് അത് ഇതാക്കാം. അത് കണ്ടോ, അത് വലിഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്.
അപ്പോൾ ഈ ഒരു വലിച്ചിൽ മതിയെങ്കിൽ ഈ വലിച്ചിലെടുക്കാം. അതിപ്പോൾ ഞാൻ എണ്ണ ഒക്കെ മുക്കി പാർന്ന് ഇനി ആ എണ്ണ പാത്രം അസലെടുക്കാക്കി വെക്കണം. നമ്മൾ വെക്കാനും ഇതാക്കാനൊക്കെ സൗകര്യമുള്ള സ്ഥലത്ത് വെച്ചിട്ട് ആക്കാതെ മേത്തുക്കൊക്കെ ആയിട്ടുണ്ടെങ്കിൽ റൊട്ടിയ മാതിരി ഉണ്ടാവും, നല്ല ചൂടുണ്ടാവും. ഹൽവൻ്റെ മേക്കിങ് അങ്ങനെയാണ്. ഞാൻ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ട് കണ്ടിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. വ്യൂസും കാര്യങ്ങളൊക്കെ കുറവ് തന്നെയാണ്, എന്നാലും കുഴപ്പമില്ല. ഉണ്ടാക്കാം. പിന്നെ ഈ പാത്രം വെക്കുന്നുണ്ടല്ലോ, അത് വലിയ പാത്രം വെക്കാൻ നോക്കട്ടെ. ഫസ്റ്റത്തെ ദിവസം എനിക്ക് ഒരിത് പറ്റിയതാണ്. ഫസ്റ്റത്തെ ദിവസം ഞാൻ ചെറിയ പാത്രം എടുത്തിട്ടാണ് വന്നത്. അപ്പോൾ അത് എണ്ണ ഇതാവുമ്പോൾ അടിയൊക്കെ അങ്ങനെ പോകുമ്പോൾ എടുക്കാനും ഇതാക്കാനൊക്കെ കുറേ ബുദ്ധിമുട്ടി. അത് പിന്നെ എണ്ണ അനുസരിച്ച് ഇത് പെട്ടെന്ന് ചെയ്തെടുക്കണം. ഇതധികം കട്ടിയായിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതാകാനും കിട്ടൂല, പാത്രത്തിൽ നിന്ന് എടുക്കാനും കഴിയില്ല. ഈ എണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. പാത്രത്തിന് ഭയങ്കര ചൂടാണ്. അപ്പോൾ ഞാനത് ഇതിൽ നിന്ന് കോരി അങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത്, എന്നിട്ട് വേഗം നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച പാത്രം ഉണ്ടല്ലോ, ഫസ്റ്റ് സെറ്റ് ചെയ്ത് വെച്ച പാത്രം, അതിലേക്ക് പെട്ടെന്ന് കോരിയിടണം കേട്ടോ. പെട്ടെന്ന് കോരിയിട്ട് കണ്ടിട്ട് നിങ്ങൾ നട്സുകൾ ഇതൊക്കെ സാധനങ്ങൾ അടിയിലിടണമെങ്കിൽ അടിയിലിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ മേലിടണമെങ്കിൽ മേലിട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഒന്നും ഇട്ടില്ല വെച്ചിട്ട് പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇതിപ്പം ബ്ലൂബെറി എന്നായിട്ട് പച്ച കളറ് മാതിരി ഉണ്ട്. ഇപ്പോൾ ഇതിൽ നോക്കുമ്പോൾ പച്ച കളറ് മാതിരി ഉണ്ട് കേട്ടോ. അത് നല്ലൊരു ഇരുണ്ട കളറാണ് കാണുന്നത്, പക്ഷേ ഇതിൽ കാണുന്നത്, വീഡിയോയിൽ കാണുന്നത് പച്ച കളറാണ് കാണുന്നത്. ഇതിനായാലും കുഴപ്പമില്ല. ഇതിപ്പോൾ ഇതുപോലെ ആക്കിയാണ് എല്ലാം ചെയ്തെടുക്കട്ടെ കേട്ടോ. അത് വീഡിയോസ് ഇത് അതിൻ്റെ ഇടയിൽ ഞാൻ തടഞ്ഞ് വീണിട്ട് സ്റ്റാൻഡ് പൊട്ടി ഒക്കെ ചെയ്തു, ഒന്നും പറയണ്ട. അപ്പോൾ എന്താണ് ബാക്കിയുള്ളത് ഈ ഐസിൻ്റെ ഇതിൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇത് കുറച്ചുള്ളൂ ഇനി. അപ്പോൾ അത് ഞാൻ അതിലേക്ക് ഇങ്ങനെ ആക്കിയിട്ട് ആക്കി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടം ബോൾ മാതിരിയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. ഇതിപ്പോൾ കോഴിപ്പാട് കട്ടിയായിട്ടുണ്ട്, അതൊന്ന് പാറ മാതിരിയുണ്ട്. അപ്പോൾ ഇത് ഇനി ഇതിൻ്റെയൊക്കെ ഒന്ന് കയ്യിലൊക്കെ പൊട്ടി, എൻ്റെ സ്റ്റാൻഡ് പൊട്ടി ഒക്കെ ചെയ്ത്. ബാക്കിയുള്ള ഓയിൽ ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ കേട്ടോ. ഓയിലല്ല, ഇത് വെളിച്ചെണ്ണയാണ്. അര പാത്രം എനിക്ക് കിട്ടി. ഇത് തടഞ്ഞ് കണ്ടിട്ട് ഞാൻ ഇത് തടഞ്ഞ് വിടാൻ പോയതാണ്. പക്ഷേ സ്റ്റാൻഡിൻ്റെ മണ്ട പൊട്ടിപ്പോയി. ഇത് ഫോൺ വെക്കണ ഇതുണ്ടല്ലോ, അത് പൊട്ടിപ്പോയി. ഇനിയിപ്പോൾ എന്ത് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതിവിടെ സെറ്റായിട്ടുണ്ട്. ഇത് കയ്യിൽ വെച്ച് കണ്ടിട്ടാണ് ഞാനിത് ചെയ്തെടുക്കുന്നത്. സ്റ്റാൻഡ് ഒരു പണിയായല്ലോ, അപ്പോൾ ഇത് കൈക്കിൽ വെച്ച് കണ്ട് കൈവും പിടിച്ച് കണ്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് പാത്രത്തിലേക്ക് കഴിച്ചിട്ടെ. ഇതിൻ്റെ കവറൊക്കെ നമ്മൾ വെക്കണ മാതിരിയൊന്നും ഉണ്ടാവില്ല. പിന്നെ വെക്കുന്ന സമയത്ത് നല്ല ഒരു സോഫ്റ്റായിട്ട് നല്ലൊരു ഇതിലെല്ലാം കിട്ടുക. പിന്നെ കവറൊക്കെ നല്ല മുരിഞ്ഞിട്ടുണ്ടാവും. അത് ഈ ഒരു കവർ വീശാൻ എന്തെന്ന് വെച്ചാൽ ചൂട് ഇതാക്കാൻ പറ്റും, ചൂട് താങ്ങാൻ പറ്റിയ കവറാണ്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മറിച്ചിട്ട് കൊടുക്കാതെ സ്റ്റാൻഡിൽ വെക്കാൻ, ഫോൺ സ്റ്റാൻഡിൽ വെക്കാൻ പറ്റാത്തത് കൊണ്ടിട്ട് ഇനി കുറച്ച് നേരം അമർത്താന്ന് പറഞ്ഞില്ല, കിതപ്പ് വരുന്നുണ്ട്. ഒരുപാട് നേരം സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട് കേട്ടോ. ഇനി നിങ്ങൾ കണ്ടാച്ചാൽ മതി, ഇനി കട്ട് ചെയ്യണം. അപ്പോൾ ഇനി ഒരുപാട് കഷ്ടപ്പാടാണ്, പിന്നെ ഈ കത്തി കൊണ്ടിട്ട് നന്നായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊക്കെ കഷ്ണം ചെറിയ കുഞ്ഞു കഷ്ണമാക്കിയിട്ടുണ്ട്. പിന്നെ ആ പാത്രത്തിൽ വെച്ചത്, ഐസ് ക്യൂബിൽ വെച്ചത് ഇതുപോലെ ആക്കിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് വയ്യ. ഇത് കണ്ടില്ല, ഇത് നല്ല കച്ചാവർച്ചി മാതിരിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി നോക്കുക. ഫസ്റ്റ് ചെയ്യണ പണികളൊക്കെ ചെയ്ത് വെക്കുക. അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്, മറ്റുള്ളവർക്ക് എത്തിക്കാനും മറക്കരുത്. ഒരുപാട് കഷ്ടപ്പെട്ട് കാണിട്ടാണ് വീഡിയോസ് എടുക്കുന്നത്. എന്തെങ്കിലും ഒരു ഗുണമാവട്ടെ എന്ന് കരുതിയിട്ട് മാത്രമാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. ഡോളർ കയറിയ ചാനലാണ് പോയത്. അതെന്ത് ചെയ്യാനാ, കഷ്ടപ്പെടാനാവും യോഗം ഉണ്ടാവുക. അത് ഓരോ വീട് പോലെ, ഓരോ വീട് എടുത്ത് പിന്നെ അത് വേറുള്ളവർ ഉപയോഗിക്കുന്നത് പോലെ അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ ഓരോന്നും. അപ്പം ഇൻഷാ അല്ലാഹ് അടുത്ത റെസിപ്പിയുമായി പിന്നെ വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മറക്കരുതേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും ആരും മറക്കരുത്. പിന്നെ ഇൻസ്റ്റഗ്രാമിലാണെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. ഫേസ്ബുക്കിലാണെങ്കിലും ഫേസ്ബുക്കിൽ പിന്നെ വീഡിയോസ് ഇടുന്നില്ല, അത് ആക്കണം, ആക്കിക്കോളൂ, കുഴപ്പമില്ല.
അൽഹംദുലില്ലാ.